അറിയിച്ചുകൊണ്ട് ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ സൂര്യ, കോർപ്പറേഷനകത്തേക്ക് പ്രവേശിക്കാതെ പ്രവർത്തകർ മടങ്ങിപ്പോകില്ല എന്ന് തന്നെയാണ് തീരുമാനത്തിലാണോ ഇപ്പോൾ ഉള്ളത്? ബി.ജെ.പി. കൗൺസിലർമാർ എന്തായാലും കോർപ്പറേഷന്റെ ഉള്ളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ യുവമോർച്ച പ്രവർത്തകരും ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം തന്നെയാണോ ഇപ്പോഴും തുടരുന്നത്?
മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. യുവമോർച്ച പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമായിരുന്നു യുവമോർച്ച പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും സൂര്യ ഗായത്രി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂര്യ, ഇപ്പോൾ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? BJPയുടെ മുതിർന്ന നേതാക്കളടക്കം സംഭവ സ്ഥലത്തെത്തുന്നുണ്ട്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ യുവമോർച്ചയുടെയും അതുപോലെ തന്നെ BJPയുടെയും തീരുമാനം? അതായത് കോർപ്പറേഷൻ അകത്തുണ്ടായിരുന്ന BJP കൗൺസിലർമാരൊക്കെ തന്നെ പുറത്തേക്ക് വരികയാണ്. പുറത്ത് യുവമോർച്ച മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി BJP കൗൺസിലർമാർ ഒന്നടങ്കം ഈ കോർപ്പറേഷന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ഈ മാർച്ച് സംഘർഷത്തിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. കഴിഞ്ഞ ദിവസം വരെയും കോർപ്പറേഷൻ അകത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നത് BJP കൗൺസിലർമാർ തന്നെയായിരുന്നു. കഴക്കൂട്ടത്തെ CPM കൗൺസിലർ കവിതയ്ക്കെതിരെ അടക്കം വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് BJP കൗൺസിലർമാർ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 56 പേരിൽ ഒരാൾ അത് കഴക്കൂട്ടം കൗൺസിലറാണ്. ഒരു കൗൺസിലർ എത്തരത്തിലാണ് പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിന്മേൽ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് BJP കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ യുവമോർച്ച മാർച്ചിൽ BJP കൗൺസിലർമാർ കൂടി പങ്കുചേർന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ കോർപ്പറേഷൻ അകത്ത് ഈ പ്രതിഷേധത്തിന് എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ ഉണ്ടായിരുന്നു. യുവമോർച്ച പ്രവർത്തകരോട് കോർപ്പറേഷൻ അകത്തേക്ക് കയറാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് BJP കൗൺസിലർമാർ കോർപ്പറേഷന് സമീപം ഉണ്ടായിരുന്നത്. യുവമോർച്ച മാർച്ചിന് തൊട്ട് മുൻപും വലിയ പ്രതിഷേധ പ്രകടനം കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കോർപ്പറേഷന് പുറത്തേക്ക് മേയർക്കെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കൗൺസിലർമാർ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവമോർച്ച മാർച്ച് ഒന്ന് ശാന്തമായതിനു ശേഷം കോർപ്പറേഷൻ അകത്തു നിന്നും ഇപ്പോൾ BJP കൗൺസിലർമാർ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. വലിയ മുദ്രാവാക്യം മേയർക്കെതിരെ ഉയർത്തിക്കൊണ്ടാണ് BJP കൗൺസിലർമാരും ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മേയറും അതുപോലെ തന്നെ CPM കഴക്കൂട്ടം കൗൺസിലർ കവിതയ്ക്കെതിരെയും അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം. മേയറെ പോലെ തന്നെ കഴക്കൂട്ടം കൗൺസിലർ ഉൾപ്പെടെയുള്ളവരും രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് BJPയും അതുപോലെ തന്നെ യുവമോർച്ചയും തങ്ങളുടെ സമരം ശക്തമാക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. VV രാജേഷ് ഉൾപ്പെടെയുള്ള BJPയുടെ കൗൺസിലർമാർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യുവമോർച്ചയും BJP കൗൺസിലർമാരും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷന് പുറത്തേക്ക് വലിയ പ്രതിഷേധം മേയർക്കെതിരെ അടക്കം നടത്തുന്നത്. മേയർ രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തങ്ങൾ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. BJP ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അതായത് ഈ